ഇറാൻ വീണ്ടും ലോക ശ്രദ്ധാ കേന്ദ്രമാവുകയാണ്. ഇത്തവണ സൈനികമായ നീക്കങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് മേൽ ഏർപ്പെടുത്തുന്ന ഡിജിറ്റൽ ഇരുട്ടറയിലൂടെ കൂടിയാണ്. വിപ്ലവാനന്തര ഇറാന്റെ ചരിത്രത്തിൽ പലപ്പോഴും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം നടത്തുന്ന ഈ ഡിജിറ്റൽ അടിച്ചമർത്തൽ അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ലോകം മുഴുവൻ ഇന്റർനെറ്റിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ ഒരു ജനതയെ മുഴുവൻ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചുപിടിക്കാൻ ഇറാൻ സർക്കാർ പ്രയോഗിക്കുന്ന കിൽ സ്വിച്ച് എന്ന തന്ത്രം ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനോടൊപ്പം ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലും തടസ്സപ്പെടുന്നു എന്ന വാർത്തകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഇന്റർനെറ്റ് ഗതാഗതം പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായി നിയന്ത്രിക്കാനോ തടസ്സപ്പെടുത്താനോ ഭരണകൂടത്തിന് സാധിക്കുന്ന കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനത്തെയാണ് കിൽ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. ഒരു മുറിയിലെ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ലളിതമായി ഒരു രാജ്യത്തിൻ്റെ ഡിജിറ്റൽ ലോകത്തെ നിശബ്ദമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കമ്പനികളെല്ലാം തന്നെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഗേറ്റ്വേകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ തെരുവുകളിൽ പ്രതിഷേധം ആളിപ്പടരുമ്പോൾ അത് ലോകം അറിയാതിരിക്കാനും പ്രക്ഷോഭകാരികൾ തമ്മിലുള്ള ആശയവിനിമയം തടയാനും സർക്കാർ ഈ സ്വിച്ച് അമർത്തുന്നു. ഇത് കേവലം സോഷ്യൽ മീഡിയ നിരോധനമല്ല, മറിച്ച് ബാങ്കിംഗ് സേവനങ്ങളും ആശുപത്രി പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള ദൈനംദിന ജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഒരു നടപടിയാണ്. ഇറാനിലെ പ്രതിഷേധക്കാർക്ക് പ്രതീക്ഷയായി എത്തിയ ഒന്നായിരുന്നു ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ്. പരമ്പരാഗതമായ കേബിൾ വഴിയോ അല്ലെങ്കിൽ ടവർ വഴിയോ അല്ലാതെ നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്ന് ഇന്റർനെറ്റ് ലഭ്യമാകുന്നതിനാൽ ഇതിനെ തടയാൻ ഇറാന് കഴിയില്ലെന്നായിരുന്നു ആദ്യകാല കരുതൽ. എന്നാൽ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ടെർമിനലുകൾ ഇറാനിലേക്ക് കടത്തുന്നത് ഭരണകൂടം കർശനമായി തടഞ്ഞു. ഇതിനു പുറമെ ഉപഗ്രഹ സിഗ്നലുകളെ ജാം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇറാൻ വികസിപ്പിച്ചെടുത്തതായാണ് സൂചനകൾ. റേഡിയോ ഫ്രീക്വൻസികളെ തടസ്സപ്പെടുത്തുന്നതിലൂടെ സ്റ്റാർലിങ്ക് കണക്ഷനുകൾ പോലും അസ്ഥിരമാക്കാൻ ഇറാന്റെ സൈബർ വിഭാഗത്തിന് സാധിക്കുന്നു. ഇത് ഡിജിറ്റൽ ലോകത്തെ ഒരു പുതിയ യുദ്ധമുഖമായാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ ശ്രമിക്കുന്ന സാങ്കേതിക വിദ്യയും മറുവശത്ത് അതിനെ അടിച്ചമർത്തുന്ന ഭരണകൂടവും. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുന്നതോടെ പ്രക്ഷോഭകർ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെടുകയാണ്. തെരുവിൽ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകം അറിയുന്നില്ല എന്നത് ഭരണകൂടത്തിന് ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ കൂടുതൽ ധൈര്യം നൽകുന്നു. മുൻകാലങ്ങളിൽ ഇറാനിലുണ്ടായ പല പ്രതിഷേധങ്ങളും ഇന്റർനെറ്റ് കട്ട് ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭകാരികൾക്ക് പരസ്പരം ബന്ധപ്പെടാനോ അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനോ സാധിക്കില്ല. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ നിശ്ചലമാകുന്നതോടെ വിവരങ്ങൾ കൈമാറാൻ അവർക്ക് പഴയകാല രീതികളിലേക്ക് മടങ്ങേണ്ടി വരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് തത്സമയ വിവരങ്ങൾ ഇല്ലാത്ത ഒരു ജനകീയ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അതീവ ദുഷ്കരമാണ്. വിദേശ ഇന്റർനെറ്റ് സേവനങ്ങളെ തടയുന്നതിനോടൊപ്പം തന്നെ സ്വന്തമായി ഒരു ഇന്റർനെറ്റ് ശൃംഖല ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രാദേശികമായി ഹലാൽ ഇന്റർനെറ്റ് എന്ന് വിളിക്കുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാത്ത എന്നാൽ രാജ്യത്തിനുള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ സേവനങ്ങൾ നടത്താൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഇതിലൂടെ നടക്കുന്ന ഓരോ നീക്കവും സർക്കാരിൻ്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നതാണ്. അതായത് പ്രതിഷേധക്കാർ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചാൽ അവരെ എളുപ്പത്തിൽ കണ്ടെത്താനും വേട്ടയാടാനും സർക്കാരിന് സാധിക്കുമെന്ന്. ജനങ്ങളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാങ്കേതിക വിദ്യയെ എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിൻ്റെ ഭീകരമായ ഉദാഹരണമാണിത്. ഇറാന്റെ ഈ നടപടികൾക്കെതിരെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റ് എന്നത് ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണെന്ന നിലപാടാണ് ആധുനിക ലോകത്തിനുള്ളത്. എന്നാൽ ഒരു പരമാധികാര രാജ്യം തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയുടെ പേരിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്ക് പരിധിയുണ്ട്. സമാനമായ രീതിയിൽ ഡിജിറ്റൽ സ്വേച്ഛാധിപത്യം നടപ്പാക്കുന്ന ചൈനയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ കടം കൊള്ളുന്നു എന്നതും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് വരും കാലങ്ങളിൽ ലോകമെമ്പാടുമുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് സ്വതന്ത്ര ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു മാതൃകയായി മാറിയേക്കാം. ഈ വിഷയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാന പാഠം സാങ്കേതിക വിദ്യ വിമോചനത്തിനുള്ള ആയുധമാകുന്നതിനോടൊപ്പം തന്നെ അടിച്ചമർത്തലിനുള്ള ഉപകരണമായി മാറും എന്നതാണ്. ഇറാനിലെ ജനങ്ങൾ നേരിടുന്ന ഈ ഡിജിറ്റൽ ഉപരോധം അവർക്ക് ലോകത്തിന്റെ പിന്തുണ ലഭിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ചെറിയ പഴുതുകളിലൂടെ വിവരങ്ങൾ പുറത്തെത്തിക്കാൻ അവിടുത്തെ യുവാക്കൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായി ഒരു ഭരണകൂടത്തിന് സിഗ്നലുകളെ ജാം ചെയ്യാൻ സാധിച്ചേക്കാം. എന്നാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ ശബ്ദത്തെ എന്നേക്കുമായി നിശബ്ദമാക്കാൻ അവർക്ക് സാധിക്കില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.